ഹായ് കൂട്ടുകാരെ, ഇത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇത് ഒരു ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് മക്കാവ് ഉണ്ടാക്കുന്നതാട്ടോ. മക്കാവിൻ്റെ ചിറകും ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ട. മക്കാവ് ചിറക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം റെഡ് ചാർട്ട് എടുത്തേക്കുന്നത്. റെഡ്, യെല്ലോ, ഗ്രീന്, ബ്ലൂ ഇത്രയും ചാർട്ടാണ് നമുക്ക് വേണ്ടത്. ആദ്യം റെഡ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ചിറകിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇത് വെട്ടിയെടുക്കുക കേട്ടോ. ഞാൻ ഈ വരയ്ക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വെട്ടുമ്പോൾ മനസ്സിലാകും കേട്ടോ. ഇത് അടിയിൽ വരുന്ന പോർഷൻ കേട്ടോ, അതുകൊണ്ട് അധികം നമുക്കങ്ങനെ പെർഫെക്ഷൻ വേണ്ടി വരത്തില്ല. ഞാൻ എന്തായാലും വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്താണ് ഇത് വരയ്ക്കുന്നത് എന്നുള്ളത്. ഇതിൽ ആണ് നമ്മൾ ബാക്കി ഒട്ടിക്കുന്നത്. ഇപ്പോൾ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കോണായിട്ടാണ് നമ്മളിത് വെട്ടിയെടുക്കുന്നത്. ഇത് വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ അറ്റം കറക്റ്റായിട്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒട്ടിച്ച് വരുമ്പോൾ അത് ഭയങ്കര ബോറായിട്ടിരിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചാർട്ടിൻ്റെ അളവ് മാറിപ്പോവാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വച്ചിരിക്കുന്ന അളവ് കൃത്യമാവത്തില്ല. രണ്ട് ചിറകിനും വ്യത്യാസം ഉണ്ടാകും. ഞാൻ ചാർട്ട് തിരികെ മടങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൺ ഇവിടെ വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റെഫറൻസ് വീഡിയോകൾ നോക്കിയിരുന്നു, പക്ഷെ നല്ല വീഡിയോസൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇത് യൂസാവും. ഇച്ചിരി പാടാണ് ഉണ്ടാക്കിയെടുക്കാൻ, പക്ഷെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടാവും. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഞാൻ വെട്ടിയെടുത്തെന്നുള്ളത്? അതിൻ്റെ ആ ഒരു സൈഡും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, രണ്ട് ചിറകായിട്ട് വരുന്നതാണ്. ഇനി ഈ രണ്ട് ഭാഗം കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടിയിൽ നമുക്ക് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് യെല്ലോ ചാർട്ടാണ്. യെല്ലോ ചാർട്ട് ഒരുപാട് വേണ്ട, കുറച്ച് പോർഷൻ മാത്രം എടുക്കുക. അതിന് താഴെ കട്ടി കുറച്ചിട്ട് മുകളിൽ കട്ടി കൂട്ടി, നമുക്ക് ചിറകിൻ്റെ ഒരു ബാക്ക് സൈഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുകളിൽ കട്ടി കൂട്ടിയും താഴെ കട്ടി കുറച്ചും കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസ് അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് വലിപ്പം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഫെവിക്കോളും നല്ലപോലെ ഒട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇതേപോലെ മാർക്ക് ചെയ്യുന്ന പോർഷൻസിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. ഹോളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് കയ്യിൽ പിടിക്കാൻ പാകത്തിന് ഹോൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് ഞാൻ ചിറക് കട്ട് ചെയ്തെടുത്തതാണ്. ചിറക് കട്ട് ചെയ്ത പോർഷൻ ഉണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇതേപോലെ ചിറക് കട്ട് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ താഴെ നിന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ഏത് പോർഷനാണോ അടിയിൽ വരേണ്ടത് അതിന് മുകളിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം ബ്ലൂ ഒട്ടിച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രീൻ ഒട്ടിച്ചു, പിന്നെ യെല്ലോ ഒട്ടിച്ചു, പിന്നെ റെഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് കട്ട് ചെയ്തെടുക്കാം. ഫേസ് കട്ട് ചെയ്യാൻ റെഡ് ചാർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് കണ്ണിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ വെള്ള പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർട്ടിൻ്റെ കളർ കുട്ടിയുടെ ഫേസിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മൂക്കും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചാർട്ടും ഇതേപോലെ കട്ട് ചെയ്തിട്ട് അത് തലയിൽ ജസ്റ്റ് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടിക്ക് ഡ്രസ്സാണ്. ഇത് 1 മീറ്ററാണ് എടുത്തത്. 5 വയസ്സുള്ള കുട്ടിക്ക് 1 മീറ്റർ മതിയായിരുന്നു. ഇത് പാൻറ്റായിട്ടും ഞാൻ സ്വന്തമായിട്ട് തയ്ച്ചതാണ്. നമ്മുടെ കുട്ടിയുടെ അളവനുസരിച്ച് നമുക്ക് തയ്ക്കാൻ ഞാൻ സെപ്പറേറ്റാണ് പാൻറ്റും ഉടുപ്പും തയ്ച്ചെടുത്തത്. എന്നിട്ട് ഇതേപോലെ അതിൽ യെല്ലോ ചാർട്ടും റെഡ് ചാർട്ടും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് ഇരുന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഇരുന്ന് ഒന്നും ഇളകി പോയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നമ്മൾ സാധാ വെട്ടുന്നത് പോലെയല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെട്ടിയിട്ടേ ഉള്ളൂ. നമ്മൾ പാൻറ്റിൽ ഒട്ടിച്ചു. ആൾക്ക് ഫേസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്കൂളിൽ പെർഫോമൻസിന് കയറിയപ്പോഴത്തേക്കും ആൾ ഫേസിൽ ക്യാപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ക്യാപ്പ് കൊടുത്തിരുന്നു, അത് മാത്രമാണ് യൂസ് ചെയ്തത്.